നമസ്കാരം, മാസ്റ്ററിങ് എഡ്യൂടെക്കിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ്, അതായത് ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ്, അതുപോലെ തന്നെ പ്രൊസീജിയർ ഓറിയൻറ്റഡ് പ്രോഗ്രാമിങ്ങിനെ കുറിച്ചൊക്കെയാണ് കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത്. നമുക്ക് ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ് എന്താണ്, അതിൻ്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണ് എന്നത് നമുക്ക് ഒന്ന് നോക്കാം. ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ്. അപ്പോൾ നമുക്ക് ക്ലാസ്സുകളിലേക്ക് കടക്കാം. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇതിൻ്റെ PDF നോട്ട്സ് ആവശ്യമായിട്ടുള്ളവർ നമ്മുടെ മാസ്റ്ററിങ് എഡ്യൂടെക് എന്ന് പറയുന്ന ടെലഗ്രാം ചാനലുണ്ട്. ചാനലിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അതിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ക്ലാസ് എടുക്കുന്ന ആ PDF നോട്ട്സ് നിങ്ങൾക്ക് ഗ്രൂപ്പിൽ അവൈലബിൾ ആയിരിക്കും. പിന്നെ സമയം കിട്ടുന്ന പോലെ നമുക്ക് പ്രീവിയസ് ക്വസ്റ്റ്യൻസും ഒക്കെ നമുക്ക് അതിനകത്ത് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ക്ലാസ്സുകളിലേക്ക് കടക്കാം. അപ്പോൾ ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ് എന്താണ്? This is a program written as a collection of classes and objects which are meant for communication. എന്തിനാണ് വേണ്ടിയിട്ട്? ഇതിൽ കുറേ സ്മോൾ യൂണിറ്റ് ആയിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ക്ലാസ്സസും ഒബ്ജക്ട്സും ഒക്കെ യൂസ് ചെയ്തിട്ടുള്ള പ്രോഗ്രാംസ് ആണ് ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാംസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ക്ലാസ്സും ഒബ്ജക്റ്റും ഒക്കെ യൂസ് ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ചാൽ കമ്മ്യൂണിക്കേഷന് വേണ്ടിയിട്ടാണ് ക്ലാസ്സസും ഒബ്ജക്ട്സും ഒക്കെ യൂസ് ചെയ്തിരിക്കുന്നത്. ക്ലാസ്സസ് എന്താ, ഒബ്ജക്ട്സ് എന്താണെന്നൊക്കെ നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് പറയാം. ഇതിനകത്തുള്ള ഓരോ സ്മാൾ യൂണിറ്റ് അല്ലെങ്കിൽ സ്മാൾ പാർട്ടിനെയാണ് എന്ത് പറയുന്നത്? ഒബ്ജക്ട്സ് എന്ന് പറയുന്നത്. ഓക്കെ, ദ സ്മോളസ്റ്റ് ആൻഡ് ബേസിക് എൻറ്റിറ്റി ഈസ് ഒബ്ജക്റ്റ്. അപ്പോൾ സ്മോളസ്റ്റ് ആയിട്ടുള്ള ബേസിക് എൻറ്റിറ്റി ആണ് നമ്മൾ എന്ത് പറയുന്നത്? ഒബ്ജക്റ്റ് എന്ന് പറയുന്നത്. ആൻഡ് ഓൾ കൈൻഡ് ഓഫ് കമ്പ്യൂട്ടേഷൻ ഈസ് പെർഫോംഡ് ഓൺ ദ ഒബ്ജക്റ്റ് ഉള്ളി. കമ്പ്യൂട്ടേഷൻസ് എല്ലാം പെർഫോം ചെയ്യുന്നത് എന്തിനെ ബേസ് ചെയ്തിട്ടാണ്? ഈ ഒബ്ജക്ട്സിനെ ബേസ് ചെയ്തിട്ടാണ്. അതായത് ഇതിൽ മോർ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് ഡേറ്റയ്ക്കാണ് റാദർ ദാൻ പ്രൊസീജിയർ, അല്ലെങ്കിൽ പ്രൊസീജിയറിനെക്കാട്ടിലും ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിങ്ങിൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് ഡേറ്റയ്ക്കാണ്. അതുപോലെ തന്നെ ഇറ്റ് ഹാൻഡിൽ ഓൾമോസ്റ്റ് ഓൾ കൈൻഡ് ഓഫ് റിയൽ ലൈഫ് പ്രോബ്ലംസ് വിച്ച് ആർ ടുഡേ ഇൻ സിനേറിയ. അതായത് നമ്മുടെ ഇന്നത്തെ കാലത്തുള്ള റിയൽ ലൈഫ് പ്രോബ്ലംസിനെല്ലാം ഹാൻഡിൽ ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു പ്രോഗ്രാമിംഗ് ആണ് ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ്. അപ്പോൾ നമുക്ക് ചോദിക്കാം, റിയൽ ലൈഫ് പ്രോബ്ലംസിനെ എല്ലാം സോൾവ് ചെയ്യാൻ പറ്റുന്ന പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ഏതാണ്? അല്ലെങ്കിൽ ഏതാണ്? ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ് ആണ്. ഡേറ്റയ്ക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് ഏതാണ്? ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ് ആണ്. അല്ലെങ്കിൽ ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിങ്ങിലെ സ്മോളസ്റ്റ് ബേസിക് എൻറ്റിറ്റിയെ പറയുന്ന പേരെന്താണ്? ഒബ്ജക്ട്സ് എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ അഡ്വാൻറ്റേജസ് എന്താണെന്ന് നമുക്ക് നോക്കാം. അടുത്തത് അഡ്വാൻറ്റേജസ് എന്ന് പറയുന്നത്, ഒന്നാമത്തെ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഡേറ്റ സെക്യൂരിറ്റി ആണ്. ഡേറ്റ എന്താണ്? സെക്യൂർ ആണ്. അടുത്തതെന്ന് പറഞ്ഞാൽ ഇൻഹെറിറ്റൻസ് ആണ്. ഇൻഹെറിറ്റൻസ് എന്ന് പറഞ്ഞാൽ എന്താ? നമുക്ക് പാരമ്പര്യമായിട്ട് തുടർന്ന് ഒരു ക്ലാസ്സിൽ നിന്ന് മറ്റൊരു ക്ലാസ്സിലേക്ക് കിട്ടുന്ന ചില പ്രോപ്പർട്ടീസ് ഉണ്ട്. അതിനെയാണ് ഇൻഹെറിറ്റൻസ് എന്ന് പറയുന്നത്. ഇൻഹെറിറ്റൻസ് നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് ഫീച്ചേഴ്സിൽ പഠിക്കാനുണ്ട്. അടുത്തതെന്ന് പറയുന്നത് കോഡ് റീയൂസബിലിറ്റി. കോഡ് നമുക്ക് എന്ത് ചെയ്യാം? വീണ്ടും വീണ്ടും റീയൂസ് ചെയ്യാം. അതുപോലെ തന്നെ ഫ്ലെക്സിബിൾ ആൻഡ് അബ്സ്ട്രാക്ഷൻ ഈസ് ഓൾസോ പ്രസൻറ്റ്. ഇതെന്താണ്? ഫ്ലെക്സിബിൾ ആണ് ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് ചില എക്സാമ്പിൾസ് നോക്കാം. ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിങ്ങിൻ്റെ എക്സാമ്പിൾ എന്ന് പറയുന്നത് ഇപ്പോൾ ഏതൊക്കെയാണ്? ഇപ്പോഴത്തെ നമ്മുടെ ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജസ് ഏതൊക്കെയാണ്? അതൊക്കെ ഡെവലപ്പ് ചെയ്ത് ആരാണെന്നൊക്കെയാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പം ഒന്നാമത്തേന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ഏതാണെന്ന് ചോദിച്ചാൽ സിമുലയാണ് ആദ്യത്തെ ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ്. ഇത് നമുക്ക് ചോദിക്കാൻ കൊള്ളാവുന്ന ക്വസ്റ്റ്യൻ ആണ്. ഫസ്റ്റ് ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ഏതാണ്? സിമുല. ഇനി ഫസ്റ്റ് സക്സസ്ഫുൾ ആയിട്ടുള്ള ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ഏതാണെന്ന് ചോദിച്ചാൽ സ്മോൾ ടാക്ക് ആണ് ഫസ്റ്റ് സക്സസ്ഫുൾ ആയിട്ടുള്ള ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ്. അടുത്തത് ജാവ. എല്ലാവരും കേട്ടിട്ടുണ്ടല്ലോ, ജാവ സിമ്പിളാണ്, പവർഫുൾ ആണെന്നൊക്കെ. അപ്പോൾ ജാവ എന്ന് പറയുന്നത് ഡെവലപ്പ് ചെയ്തത് ആരാന്ന് ചോദിക്കാം. ജെയിംസ് ഗോസ്ലിംഗ് ആണ് ജാവ ഡെവലപ്പ് ചെയ്തത്. എവിടെയാണ്? സൺ മൈക്രോ സിസ്റ്റത്തിൽ ജെയിംസ് ഗോസ്ലിംഗ് ആണ് ജാവ ഡെവലപ്പ് ചെയ്തത്. അപ്പോൾ ജാവ എന്ന് കേൾക്കുമ്പോൾ നമുക്കറിയാലോ, ജാവ ഡെവലപ്പ് ചെയ്ത ആരാണ്? ജെയിംസ് ഗോസ്ലിംഗ് ആണ് ജാവ ഡെവലപ്പ് ചെയ്തത്. ജെയിംസ് ഗോസ്ലിംഗ്. അടുത്തത് സി++
പ്ലസ് ഡെവലപ്പ് ചെയ്തത് ആരാണ്? ബെജാർനെ സ്ട്രൗസ്ട്രപ്പ് ആണ് C++ ഡെവലപ്പ് ചെയ്തത്. അടുത്ത ഒബ്ജക്റ്റീവ് സി ഡിസൈൻഡ് ബൈ ബ്രാഡ് കോക്സ് ആണ് ഒബ്ജക്റ്റീവ് സി എന്ന് പറയുന്ന ലാംഗ്വേജ് ഡെവലപ്പ് ചെയ്തത്. അടുത്തത് വിഷ്വൽ ബേസിക് .NET ആണ് ഡെവലപ്ഡ് ബൈ ആരാണ്? മൈക്രോസോഫ്റ്റ് ആണ് വിഷ്വൽ ബേസിക് .NET ഡെവലപ്പ് ചെയ്തത്. അടുത്ത പൈതൺ എന്ന് പറയുന്ന ഡെവലപ്പ് ചെയ്തത് ഗിഡോ വാൻ റോസം. ഇതും പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. ജാവ ചോദിച്ചിട്ടുണ്ട്, C++ ചോദിച്ചിട്ടുണ്ട്, പൈതൺ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ പൈതൺ ഡെവലപ്പ് ചെയ്ത ആരാണ്? ഗിഡോ വാൻ റോസം അല്ലെങ്കിൽ വാൻ റോസം എന്നെങ്കിലും പഠിച്ചു വെക്കുക. അടുത്തത് റൂബി ഡെവലപ്ഡ് ബൈ യുകിഹിരോ മാറ്റ്സുമോട്ടോ ആണ് റൂബി ലാംഗ്വേജ് ഡെവലപ്പ് ചെയ്തത്. അപ്പോൾ നമ്മൾ പറഞ്ഞു ഇതെല്ലാം ഏതാണ്? ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആണ്. ഓരോന്നും ആരൊക്കെയാണ് ഡെവലപ്പ് ചെയ്തതെന്ന് വ്യക്തമായിട്ട് തന്നെ പഠിച്ചു വെക്കുക. ഫസ്റ്റ് ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് സിമുലയാണ്. ഫസ്റ്റ് സക്സസ്ഫുൾ ആയിട്ടുള്ളത് സ്മോൾ ടോക്ക് ആണ്. അടുത്ത നമുക്ക് പറയാനുള്ളത് ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് കൺസെപ്റ്റ്, ഊപ്സ് കൺസെപ്റ്റ്. മെയിനായിട്ടുള്ളൊരു ടോപ്പിക്കാണ് ഊപ്സ് കൺസെപ്റ്റ് എന്ന് പറയുന്നത്, ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഊപ്സ് കൺസെപ്റ്റ് അല്ലെങ്കിൽ ഫീച്ചേഴ്സ് ഓഫ് ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഫീച്ചേഴ്സ് എന്ന് പറയുന്നത് ഏതൊക്കെയാണ്? ക്ലാസ് ഉണ്ട്, ഒബ്ജക്റ്റ് ഉണ്ട്, ഡേറ്റ അബ്സ്ട്രാക്ഷൻ, എൻക്യാപ്സുലേഷൻ, ഇൻഹെറിറ്റൻസ്, പോളിമോർഫിസം, ഡൈനാമിക് ബൈൻഡിങ് ആൻഡ് മെസ്സേജ് പാസിംഗ്. ഇത്രയുമാണ് ഫീച്ചേഴ്സ് അല്ലെങ്കിൽ ഊപ്സ് കൺസെപ്റ്റ് എന്ന് പറയുന്നത്. ഇതൊക്കെയാണ് ക്ലാസ്, ഒബ്ജക്റ്റ്, ഡേറ്റ അബ്സ്ട്രാക്ഷൻ, എൻക്യാപ്സുലേഷൻ, ഇൻഹെറിറ്റൻസ്, പോളിമോർഫിസം, ഡൈനാമിക് ബൈൻഡിങ് ആൻഡ് മെസ്സേജ് പാസിംഗ്. അപ്പോൾ ഒന്നാമത്തെയാണ് ക്ലാസ്. നമ്മൾ ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിനെ കുറിച്ച് പറയാൻ തുടങ്ങിയപ്പോൾ തൊട്ട് പറയുന്നതും കേൾക്കുന്നതും രണ്ട് വാക്കുകളാണ് ക്ലാസ്സും ഒബ്ജക്റ്റും എന്താണെന്നുള്ളത്. അപ്പോൾ ക്ലാസ് എന്താണെന്ന് നോക്കാം. എ ക്ലാസ് ഈസ് എ യൂസർ ഡിഫൈൻഡ് ഡേറ്റ ടൈപ്പ്. യൂസർ ഡിഫൈൻ ചെയ്തിട്ടുള്ള ഒരു ഡേറ്റ ടൈപ്പ് ആണ് ഏതെന്ന് പറയുന്നത്? ക്ലാസ് എന്ന് പറയുന്നത്. ഇറ്റ് കൺസിസ്റ്റ് ഓഫ് ഡേറ്റ മെമ്പേഴ്സ് ആൻഡ് മെമ്പർ ഫങ്ഷൻസ് which can be accessed and used by creating an instance of that class. അതായത് ഇതിനകത്ത് എന്തൊക്കെ കാണും? ഡേറ്റ മെമ്പേഴ്സും മെമ്പർ ഫങ്ഷൻസും കാണും. അപ്പോൾ ക്രിയേറ്റ് ചെയ്യുന്ന ഇൻസ്റ്റൻസിനനുസരിച്ച് ആക്സസ് ചെയ്യാൻ പറ്റുന്ന ഡേറ്റ മെമ്പേഴ്സും മെമ്പർ ഫങ്ഷൻസും ഒക്കെ അടങ്ങിയതാണ് ഏതെന്ന് പറയുന്നത്? ക്ലാസ് എന്ന് പറയുന്നത്. അപ്പോൾ കളക്ഷൻ ഓഫ് ഡേറ്റ മെമ്പേഴ്സ് ആൻഡ് മെമ്പർ ഫങ്ഷൻസ് ആണ് ക്ലാസ് എന്ന് പറയുന്നത്. ഇതൊരു യൂസർ ഡിഫൈൻഡ് ഡേറ്റ ടൈപ്പ് ആണ് ക്ലാസ് എന്ന് പറയുന്നത്. ഇറ്റ് റെപ്രസെന്റ് ദ സെറ്റ് ഓഫ് പ്രോപ്പർട്ടീസ് ഓർ മെത്തേഡ്സ് ദാറ്റ് ആർ കോമൺ ടു ഓൾ ഒബ്ജക്റ്റ് ഓഫ് വൺ ടൈപ്പ്. ഒരു ഒബ്ജക്റ്റിലുള്ള, അതായത് ഒരു ടൈപ്പിലുള്ള ഒബ്ജക്റ്റിന് വേണ്ടിയിട്ടുള്ള എല്ലാ പ്രോപ്പർട്ടീസിനെയും റെപ്രസെൻറ്റ് ചെയ്യുന്നതാണ് ഒരു ക്ലാസ് എന്ന് പറയുന്നത്. അതായത് എ ക്ലാസ് ഈസ് ലൈക്ക് എ ബ്ലൂ പ്രിൻ്റ് ഓഫ് ആൻ ഒബ്ജക്റ്റ്. ഒരു ഒബ്ജക്റ്റിൻ്റെ ബ്ലൂ പ്രിൻ്റ് എന്ന് പറയുന്നതാണ് ഒരു ക്ലാസ് എന്ന് പറയുന്നത്. അപ്പോൾ ക്ലാസ് ഈസ് ലൈക്ക് എ ബ്ലൂ പ്രിൻ്റ് ഓഫ് ഒബ്ജക്റ്റ്, ബ്ലൂ പ്രിൻ്റ് ഫോർ ആൻ ഒബ്ജക്റ്റ്. അപ്പോൾ എന്താണ് ഒബ്ജക്റ്റിൻ്റെ അല്ലെങ്കിൽ ക്ലാസിൻ്റെ ബ്ലൂ പ്രിൻ്റ് എന്ന് പറയുന്നത്? എന്താണ്? ഒരു ഒബ്ജക്റ്റ് ആണ്. ഇനി നമുക്ക് ഇതിൻ്റെ ഒരു എക്സാമ്പിൾ നോക്കാം. എന്താണ് ക്ലാസ് എന്നുള്ളത്? അപ്പോൾ ക്ലാസ് എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താ പറഞ്ഞത്? ഒരേ ടൈപ്പിലുള്ള ഒബ്ജക്ട്സിൻ്റെ എല്ലാം കൂടി ഒരു കളക്ഷനാണ് എന്തെന്ന് പറയുന്നത്? ക്ലാസ്. സിമിലർ ടൈപ്പിലുള്ള ഒബ്ജക്ട്സിൻ്റെ കളക്ഷനാണ് ക്ലാസ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഈ താഴെ ഒരു ഫിഗർ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾ നോക്കിയേ, വെജിറ്റബിൾസ്. അപ്പോൾ പൊട്ടറ്റോ, ഒണിയൻ, ക്യാരറ്റ്, ബ്രിഞ്ചാൾ ഇതെല്ലാം എന്താണ്? ഒരു ടൈപ്പാണ്. എന്താണ്? വെജിറ്റബിൾസിൽ വരുന്നതാണ്. അപ്പോൾ പൊട്ടറ്റോ എന്ന് പറയുന്നത് ഒരു ഒബ്ജക്റ്റാണ്, ഒണിയൻ എന്ന് പറയുന്ന ഒരു ഒബ്ജക്റ്റാണ്, ക്യാരറ്റ് എന്ന് പറയുന്ന ഒരു ഒബ്ജക്റ്റാണ്, ബ്രിഞ്ചാൾ എന്ന് പറയുന്നത് ഒബ്ജക്റ്റാണ്. അപ്പോൾ ഇതെല്ലാം കൂടി ഏത് ടൈപ്പിലാണ് വരുന്നത്? വെജിറ്റബിൾസ് എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പിൽ വരുന്ന ഇതാണ് ഈ ഒബ്ജക്റ്റുകളെല്ലാം. അപ്പോൾ ഈ വെജിറ്റബിൾസിനെ നമുക്ക് എന്തെന്ന് പറയാം? ഒരു ക്ലാസ് എന്ന് പറയാം. അതുപോലെ തന്നെ നമ്മളൊരു ഈ എക്സാമ്പിൾ കൊടുത്തേക്കുന്നുണ്ടോ? കാർ എന്ന് പറയുന്ന ഒരു ക്ലാസ് കൺസിഡർ ചെയ്യുക. അപ്പോൾ കാറിന് ഒരുപാട് പല ബ്രാൻഡിലുള്ള പല നെയിമിലുള്ള കാറുകൾ കാണും. പക്ഷേ ഈ കാറുകൾക്കെല്ലാം കോമൺ ആയിട്ട് കുറേ പ്രോപ്പർട്ടീസ് ഉണ്ടായിരിക്കും. ഇപ്പോൾ എല്ലാ കാർ എടുത്താലും 4 വീലായിരിക്കും ഉണ്ടായിരിക്കുക. ഇതിനൊരു സ്പീഡ് ലിമിറ്റ് കാണും, അതുപോലെ തന്നെ ഒരു മൈലേജ് റേഞ്ച് കാണും. അപ്പോൾ ഇതെല്ലാം ഈ കാർ എന്ന് പറയുന്ന ക്ലാസിൻ്റെ പ്രോപ്പർട്ടീസാണ്. അപ്പോൾ ഇതിനെയാണ് എന്ത് പറയുന്നത്? ഒബ്ജക്ട്സ്, ക്ലാസ്സിനകത്തുള്ള ഓരോ ഒബ്ജക്ട്സ് എന്ന് പറയുന്നത്. അപ്പോൾ സെയിം പ്രോപ്പർട്ടീസ് ഉള്ള അല്ലെങ്കിൽ സിമിലർ ടൈപ്പിലുള്ള ഒബ്ജക്ട്സിൻ്റെയൊക്കെ കളക്ഷനെയാണ് എന്ത് പറയുന്നത്? ക്ലാസ് എന്ന് പറയുന്നത്.
മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. നമുക്ക് അടുത്ത എന്താണ് ഒബ്ജക്റ്റ് എന്താണെന്ന് നോക്കാം. ഒബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ ബേസിക് യൂണിറ്റ് ഓഫ് ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ് ആൻഡ് റെപ്രസെൻറ്റ് ദി റിയൽ ലൈഫ് എൻറ്റിറ്റീസ്. നമ്മുടെ റിയൽ ലൈഫിലുള്ള എൻറ്റിറ്റീസിനെ റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ബേസിക് യൂണിറ്റിനെയാണ് നമ്മൾ ഒബ്ജക്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു ക്ലാസ്സിനകത്തുള്ള ഒരു ഇൻസ്റ്റൻസിനെയാണ് നമ്മൾ ഒരു ഒബ്ജക്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ അതായത് ഒരു ക്ലാസ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് മെമ്മറി ഒന്നും അലോക്കേറ്റ് ചെയ്യത്തില്ല ക്ലാസ് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത്. പക്ഷേ ഒരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് മെമ്മറി അലോക്കേറ്റ് ചെയ്യും. നമ്മൾ പറയും ഒരു വേരിയബിൾ നമ്മൾ ഡിക്ലെയർ ചെയ്യുമ്പോൾ വേരിയബിളിലേക്ക് ഒരു വാല്യൂവിനെ സ്റ്റോർ ചെയ്യാൻ വേണ്ടി മെമ്മറിയെ അലോക്കേറ്റ് ചെയ്യും. അതുപോലെ തന്നെയാണ് ഒരു ക്ലാസ് നമ്മൾ ഡിഫൈൻ ചെയ്യുമ്പോൾ മെമ്മറി അലോക്കേറ്റ് ചെയ്യുന്നില്ല. പക്ഷേ ഒരു ഒബ്ജക്റ്റിനെ നമ്മൾ ക്രിയേറ്റ് ചെയ്യുമ്പോൾ അവിടെ മെമ്മറിയെ അലോക്കേറ്റ് ചെയ്യുന്നുണ്ട്. അതാണ് ഏറ്റവും ബേസിക് യൂണിറ്റ് ആയിട്ടുള്ള ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിൻ്റെ ബേസിക് യൂണിറ്റ് ആണ് ഒബ്ജക്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഓരോ ഒബ്ജക്റ്റിനും അതിൻ്റേതായ ഐഡൻറ്റിറ്റി ഉണ്ട്, സ്റ്റേറ്റ് ഉണ്ടാകും, ഓരോ ബിഹേവിയർ ഉണ്ടായിരിക്കും. അപ്പോൾ ഒരു ഒബ്ജക്റ്റിന് അതിൻ്റേതായ ഐഡൻറ്റിറ്റി ഉണ്ട്, സ്റ്റേറ്റ് ഉണ്ട്, ബിഹേവിയർ ഉണ്ട്. ഇതൊക്കെ നമുക്കൊരു എക്സാമ്പിളിലൂടെ പറയാം. അപ്പോൾ ഓരോ ഒബ്ജക്റ്റിലും എന്താ ഉള്ളത്? ഈച്ച് ഒബ്ജക്റ്റ് കണ്ടെയ്ൻ ഡേറ്റ ആൻഡ് കോഡ് ടു മാനിപ്പുലേറ്റ് ദ ഡേറ്റ. ഓരോ ഒബ്ജക്റ്റിലും ഡേറ്റാസ് ഉണ്ടാകും. അതുപോലെ തന്നെ ഡേറ്റയെ മാനിപ്പുലേറ്റ് ചെയ്യാനുള്ള കോഡും ഒരു ഒബ്ജക്റ്റിനകത്തുണ്ടാവും. അതുപോലെ തന്നെ ഓരോ ഒബ്ജക്റ്റുകൾ തമ്മിൽ എന്ത് ചെയ്യും? കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. Objects can interact without having to know the details of each other's data or code. അതായത് ഒബ്ജക്റ്റുകൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. പക്ഷേ ഒരു ഒബ്ജക്റ്റിന് മറ്റൊരു ഒബ്ജക്റ്റിൽ എന്ത് ഡേറ്റയാണോ കോഡാണോ ഉള്ളത്, അല്ലെങ്കിൽ മറ്റൊരു ഒബ്ജക്റ്റിൽ എന്താണ് സംഭവിക്കുന്നത് എന്നറിയാതെ ആയിരിക്കും ഇവ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. ഇറ്റ് ഈസ് സഫിഷ്യൻറ്റ് ടു നോ ദ ടൈപ്പ് ഓഫ് മെസ്സേജ് അക്സെപ്റ്റഡ് ആൻഡ് ദ ടൈപ്പ് ഓഫ് റെസ്പോൺസ് റിട്ടേൺ ബൈ ദ ഒബ്ജക്റ്റ്. ഇതിൽ എന്ത് മാത്രം അറിഞ്ഞാൽ മതി ഇപ്പോൾ ഒരു ഒബ്ജക്റ്റ് എന്ത് ഡേറ്റയാണോ ആവശ്യപ്പെടുന്നത് ആ ഡേറ്റയാണോ അതിന് തിരിച്ച് കിട്ടുന്നത് എന്നുള്ളത് മാത്രം അറിഞ്ഞാൽ മതി. അതിനകത്ത് എന്ത് പ്രോസസ്സ് നടക്കുന്നു, അല്ലെങ്കിൽ അതിന് വെളിയിൽ എന്ത് പ്രോസസ്സ് നടക്കുന്നു, എങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു, ഇത് തമ്മിൽ ഒരു ഒബ്ജക്റ്റിന് മറ്റൊരു ഒബ്ജക്റ്റിൽ എന്താ നടക്കുന്നതെന്നുള്ളത് കാര്യങ്ങൾ അറിയേണ്ട കാര്യമില്ല. നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. ഫോർ എക്സാമ്പിൾ, ഡോഗ് ഈസ് എ റിയൽ ലൈഫ് ഒബ്ജക്റ്റ്. ഡോഗ് എന്ന് പറഞ്ഞാൽ എന്താ? നമ്മുടെ റിയൽ ലൈഫിലുള്ള ഒരു ഒബ്ജക്റ്റ് ആണ് ഡോഗ് എന്ന് പറയുന്നത്. വിച്ച് ഹാസ് ദ സെയിം ക്യാരക്ടറിസ്റ്റിക്സ് ലൈക്ക് കളറ്, ബ്രീഡ്, ബാർക്ക്, സ്ലീപ്പ് ആൻഡ് ഈറ്റ്. ഇതിനെല്ലാം എല്ലാ ഡോഗ്സിനും എന്ത് കാണും? ഒരേപോലെയുള്ള ചില ക്യാരക്ടറിസ്റ്റിക്സ് കാണും. എന്താ? കളറുണ്ട്, ബ്രീഡ്, അതുപോലെ തന്നെ ബാർക്ക്, സ്ലീപ്പ്, ഈറ്റ് ഒക്കെ. അപ്പോൾ എന്താ? ഐഡൻറ്റിറ്റി. എങ്ങനെയാണ് ഐഡൻറ്റിഫൈ ചെയ്യുന്നത്? നമ്മൾ നെയിം ഓഫ് ഡോഗ് വെച്ച് ഐഡൻറ്റിഫൈ ചെയ്യാം. സ്റ്റേറ്റ് ഓർ ആട്രിബ്യൂട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? ബ്രീഡ്, ഏജ്, കളറൊക്കെയാണ് അതിൻ്റെ ആട്രിബ്യൂട്ടിൽ വരുന്നത്. ബിഹേവിയർ എന്ന് പറയുന്നത് എന്താ? ബാർക്ക്, സ്ലീപ്പ്, ഈറ്റ് ഒക്കെയാണ് ബിഹേവിയറിൽ വരുന്നത്. അപ്പം നമ്മൾ നേരത്തെ പറഞ്ഞു എന്താ? ഒബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് പറഞ്ഞു. ഒബ്ജക്റ്റിന് ഐഡൻറ്റിറ്റി ഉണ്ടാകും, അതുപോലെ തന്നെ സ്റ്റേറ്റ് ഉണ്ട്, ബിഹേവിയർ ഉണ്ട്. അപ്പോൾ ഈ ഒരു എക്സാമ്പിളിൽ നിന്ന് നമുക്ക് മനസ്സിലായല്ലോ. ഇനി നമുക്ക് വേറൊരു എക്സാമ്പിൾ പറയാം. ഇപ്പോൾ ഒരു കസ്റ്റമറും ഉണ്ട്, ഒരു ബാങ്ക് അക്കൗണ്ടും ഉണ്ട്. കസ്റ്റമർ എന്ന് പറയുന്നത് ഒരു ഒബ്ജക്റ്റ് ആണ്, ബാങ്ക് അക്കൗണ്ട് എന്ന് പറയുന്നത് ഒരു ഒബ്ജക്റ്റ് ആണ്. അപ്പോൾ ആ ഒരു ബാങ്കിനകത്ത് ഒരുപാട് പ്രോസസ്സുകൾ നടക്കും ഇല്ലേ? അപ്പോൾ ഒരു കസ്റ്റമറിന് അയാളുടെ ബാങ്ക് അക്കൗണ്ടിൻ്റെ ബാലൻസ് അറിയണം. അപ്പോൾ ഒരു ബാങ്കിൽ എന്തൊക്കെ ഒരു ഒബ്ജക്റ്റാണ് ബാങ്കിൽ ഒരുപാട് ട്രാൻസാക്ഷൻസ് നടക്കുന്നുണ്ട്. ബാങ്കിൽ മണി ഡെപ്പോസിറ്റ് ചെയ്യുന്നുണ്ട്, ഡെബിറ്റ് ചെയ്യുന്നുണ്ട്, അതുപോലെ തന്നെ പല രീതിയിലുള്ള ട്രാൻസാക്ഷൻസ് നടക്കുന്നുണ്ട്. പക്ഷേ ഈ ഒരു കസ്റ്റമർ എന്ന് പറയുന്ന ഒബ്ജക്റ്റിന് അയാളുടെ എന്തറിഞ്ഞാൽ മതി? ബാലൻസ് അറിഞ്ഞാൽ മതി. അപ്പോൾ അയാൾ ബാലൻസ് അറിയാൻ വേണ്ടി റിക്വസ്റ്റ് ചെയ്യും. അയാൾക്ക് എന്ത് കിട്ടും? ബാലൻസ് കിട്ടും. അപ്പോൾ അവിടെ ബാങ്ക് എന്ന് പറയുന്ന ഒബ്ജക്റ്റിൽ എന്തൊക്കെ പ്രോസസ്സ് നടക്കുന്നുണ്ട് അതൊന്നും ആർക്കറിയേണ്ട കാര്യമില്ല? കസ്റ്റമർ എന്ന് പറയുന്ന ഒബ്ജക്റ്റിന് അറിയേണ്ട കാര്യമില്ല. കസ്റ്റമറിന് അറിയേണ്ട കാര്യം അയാളുടെ ബാങ്കിൻ്റെ ഡീറ്റെയിൽസ് ആണ്, അല്ലെങ്കിൽ ബാങ്ക് ബാലൻസ് ആണ്. അത് മാത്രം അയാൾക്ക് കിട്ടിയാൽ മതി. അപ്പോൾ ഇതാണ് ഒബ്ജക്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ ഒരു പ്രോഗ്രാം റൺ ചെയ്യുമ്പോൾ എക്സിക്യൂട്ട് ചെയ്യുന്ന ഒരു ലിസ്റ്റ് ഓഫ് കോഡ്സിനെയാണ് നമ്മൾ ഒബ്ജക്ട്സ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ പറഞ്ഞതെന്ന് പറഞ്ഞാൽ നമ്മുടെ ഊപ്പ് കൺസെപ്റ്റ് ആണ്. അതിൽ ക്ലാസ് എന്താണ്, ഒബ്ജക്റ്റ് എന്താണെന്ന് പറഞ്ഞു. ബാക്കിയുള്ള പ്രോപ്പർട്ടീസ് അല്ലെങ്കിൽ ഫീച്ചേഴ്സ് എല്ലാം നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ക്ലാസ്സുകൾ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്